കുറച്ച് ദിവസം കൊണ്ട് ഒരു ചിക്കൻ മധുഹൂത്തൊന്ന് ഉണ്ടാക്കണമെന്നൊരു മോഹം. അതിനായി ഞാൻ സ്കിന്നോട് കൂടിയുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 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 കിലോയുടെ 1 കിലോ വരും ചിക്കൻ സ്കിന്നോട് കൂടിയതാണ്. നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇനി ഇതിന് വേണ്ടി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ മല്ലി, വെച്ചാൽ മുഴുവൻ മല്ലി, ഒരു 2 വലിയ പീസ് പട്ട, 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 ഉണക്കമുളക്, ഒരു 10-12 ഏലക്ക. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായി ഞാനൊരു പാൻ അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നമ്മൾ മസാല നല്ല ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ബിരിയാണി ചെമ്പ് അടുപ്പി വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മളെ ഈ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ്, ലെമൺ ഇതിലോട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അടുത്തത് നമുക്ക് ഈ 4 തക്കാളി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ തക്കാളി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവാള, ഇതിലേക്ക് ഒരു സവാളയെ ഞാൻ ഇടുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളെ ജീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സവാള ഇടുന്നത്. ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം സവാള ഒന്ന് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ആക്കിയത് ഇതിലോട്ട് ഒഴിക്കാം. നല്ലതായിട്ട് ആ തക്കാളിയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലപോലെ ഒന്ന് വറ്റിയതിന് ശേഷം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം ഇടാം. വെളുത്തുള്ളി ഇടാം. ഒരു 10-12 പീസ് വെളുത്തുള്ളി അതിടാം. ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിട്ടൊന്നുകൂടി വഴറ്റാം. എല്ലാം നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു 10-15 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 8 എണ്ണം ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്യാതെയാണ് ഇടുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരുന്ന മസാലയ്ക്കുള്ള കൂട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ മസാലയുടെ പകുതി ഇതിലോട്ട് ഇടാം. പകുതി ബാക്കി പിന്നീട് ഇടാം.
ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ, സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കത് ഇതിലോട്ട് ഇടാം, ഓരോ പീസായിട്ട് ഇടാം. അരപ്പെല്ലാം നന്നായിട്ട് ഇതിലോട്ട് ഇങ്ങനെ പെരണ്ട് വരുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ പീസിലേക്കും ഇതിൻ്റെ മസാല പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ഇനി നമുക്ക് ഉപ്പിടാം. കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കിലോ റൈസാണ്. അത് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്, അതവിടെ ഇരിപ്പുണ്ട്. ഞാൻ 1.5 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്. അളന്ന് നോക്കിയപ്പോൾ 1.5 കപ്പാണ് ഉണ്ടായത്. ഞാനതിന് ഒരു 3 കപ്പ് വെള്ളമാണ് അതിന് വേണ്ടി ഒഴിക്കുന്നത്. ഞാൻ അല്പം വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഈ കപ്പിന് 1.5 കപ്പാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടെ ഇടാം. നമുക്കിതങ്ങ് അടച്ചു വെച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഏതാണ്ട് ഒരു 1/4 വേവാവുന്നത് വരെ വേവിച്ചാൽ മതി. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഒന്ന് തുറന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. നല്ല ഒരു അരവേവേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടിയിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലോട്ടിടാം, നമ്മൾ മധുഹൂത്ത് മസാല. ഇനി ഒന്നുകൂടി നമുക്ക് വീണ്ടും ഒന്നുകൂടി അടയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ഏതാണ്ട് ഒരു 1/4 വേവായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന അരി ഇതിലോട്ട് ഇടാം. സോക്ക് ചെയ്ത് 1 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് അരിച്ച് വെച്ചിരുന്നതാണ്. അത് ഇതിലോട്ട് ഇടാം. ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ മസാല കുറച്ചുകൂടി ഒരു ടീസ്പൂൺ കൂടി ഇതിലോട്ടിടാം. നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ശരിയാവും. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ പച്ചമുളക് കൂടി ഇതിലോട്ടിടാം. ഒരു 7 മുളക് കൂടെ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മസാലയെല്ലാം. ഇനി നമുക്കൊന്നുകൂടി അങ്ങ് അടച്ച് വെച്ച് ഒരു മിനിറ്റോ അങ്ങനെ ഒന്ന് ഓണാക്കി സിമ്മിലിട്ട് ഓഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സെർവ് ചെയ്യാനായിട്ട് നോക്കാം. നല്ല അടിപൊളി മണവും നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രാവശ്യമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ്. അന്ന് ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തൊലിയോട് കൂടിയുള്ള ചിക്കൻ വാങ്ങിച്ച്
ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, ബൈ ബൈ.